സ്കോറിയുടെ ലൈറ്റിംഗ് ടിപ്സിലോട്ട് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മളോട് കസ്റ്റമർ ചോദിച്ചിട്ടുള്ള ഒരു ചോദ്യത്തിനുള്ള മറുപടിയാണ് കൊടുക്കുന്നത്. അപ്പോൾ നമ്മളോട് ചോദിച്ചിട്ടുള്ളത് എങ്ങനെയാണ് എൻ്റെ റൂമിൽ ഞാൻ ലൈറ്റ് പ്രോപ്പറായിട്ട് കൊടുക്കേണ്ടത് എന്നുള്ളതാണ്. റൈറ്റ് ആയിട്ട് എങ്ങനെ റൂമിൽ ലൈറ്റ് അറേഞ്ച് ചെയ്യും എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. അപ്പോൾ എപ്പോഴും നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കേസ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ റൂമിന് എത്രത്തോളം സൈസ് ഉണ്ട് എന്നുള്ളത്, നമ്മുടെ റൂമിൻ്റെ ഹൈറ്റ്, അതേപോലെ തന്നെ നമ്മുടെ റൂമിൻ്റെ ഡയമെൻഷന്, ഇതെല്ലാം കൂടെ കാൽക്കുലേറ്റ് ചെയ്തിട്ട് വേണം നമുക്ക് അതിലോട്ട് വേണ്ട ലൈറ്റുകൾ എടുക്കാൻ വേണ്ടിയിട്ട്. ഇത് പ്രോപ്പറായിട്ടല്ല നമ്മൾ റൂമിന് ലൈറ്റ് അറേഞ്ച് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ നമുക്ക് പല രീതിയിലുള്ള പ്രശ്നങ്ങളുണ്ടാവും. ഒന്ന്, സഫിഷ്യൻ്റ് ആയിട്ടുള്ള ലൈറ്റുകളായിരിക്കില്ല നമുക്ക് റൂമിലോട്ട് കിട്ടുക. ഇപ്പോൾ നമ്മുടെ റൂമിൽ എന്തൊക്കെ ഐറ്റംസുകൾ വെക്കുന്നുണ്ട് എന്നുള്ളത്, നമുക്കിപ്പോൾ ബെഡ് ഉണ്ടാവും, അതുപോലെ തന്നെ സ്റ്റഡി ടേബിൾ ഉണ്ടാകും, പല രീതിയിലുള്ള മെറ്റീരിയലുകൾ നമ്മുടെ റൂമിലുണ്ടാകും. അപ്പോൾ ഇതിലോട്ടൊക്കെ എങ്ങനത്തെ രീതിയിൽ ലൈറ്റ് വീഴണം, അതേപോലെ തന്നെ നമുക്ക് ഏതൊക്കെ രീതിയിലുള്ള സാധനങ്ങൾ കൊടുക്കണം എന്നുള്ളത് നമ്മൾ നോക്കിയിട്ട് വേണം നമുക്ക് അതിൻ്റെ അറേഞ്ച്മെൻറ്റ് വരുത്താൻ വേണ്ടിയിട്ട്. അപ്പോൾ എപ്പോഴും നമ്മൾ ശ്രദ്ധിക്കുക, നമ്മുടെ റൂമിൻ്റെ സൈസ് മെഷർ ചെയ്യുക. ആ സൈസിനനുസരിച്ചിട്ട് ഏതൊക്കെ മെറ്റീരിയലുകൾ നമ്മൾ എവിടെയൊക്കെ പ്ലേസ് ചെയ്യും എന്നുള്ളത് നമ്മൾ ആദ്യം പ്ലാൻ ചെയ്യണം. മറ്റേത് എന്താ സംഭവിക്കുക എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ നമ്മൾ ഒരു റൂമിൻ്റെ ഒരു 4x4 റൂമൊക്കെ ആണെന്നുണ്ടെങ്കിൽ നമ്മൾ അതിൻ്റെ ഒരു സൈഡിൽ, നമ്മൾ 4 സൈഡിലായിട്ട് നമ്മൾ എന്ത് കൊടുത്തു, ലൈറ്റ് കൊടുത്തു. ഈ ലൈറ്റ് കൊടുത്തതിൻ്റെ ശേഷം നമ്മൾ വാർഡ്രോബ് പോലത്തെ സാധനങ്ങൾ ഒരു സൈഡിൽ കൊണ്ടുപോയിട്ട് പ്ലേസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അത്രയും ഭാഗത്തെ വെട്ടം നമുക്ക് ഇല്ലാതെയാവും. അപ്പോൾ അതുകൊണ്ട് തന്നെ പ്രോപ്പറായിട്ട് പ്ലാനിങ് ഉണ്ടാക്കിയിട്ട് വേണം നമുക്ക് അതിൻ്റെ അറേഞ്ച്മെൻറ്റുകൾ നടത്താൻ എന്നുള്ളതാണ് ഇതിൻ്റെ ഏറ്റവും വലിയൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം. അപ്പോൾ കൂടുതലായിട്ട് നിങ്ങൾക്ക് നിങ്ങളുടെ റൂമിൽ എങ്ങനെ ലൈറ്റിങ് കൊടുക്കണം, എത്ര ഉണ്ട് എന്നുള്ളതിൻ്റെ സൈസും കാര്യങ്ങളൊക്കെ നമ്മുടെ താഴെ കാണുന്ന നമ്പറിലോട്ട് വാട്സപ്പൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എത്ര വാട്ട്സ് ലൈറ്റ് കൊടുക്കണം, അതല്ലെങ്കിൽ ഏതൊക്കെ രീതിയിലാണ് നിങ്ങൾക്കത് അറേഞ്ച്മെൻറ്റ് ചെയ്യേണ്ടത് എന്നുള്ളതിനെ കുറിച്ച് വിശദമായിട്ടുള്ള കൺസൾട്ടേഷൻ, അതും ഫ്രീ ആയിട്ട് തന്നെ നമ്മുടെ ടീം നിങ്ങൾക്ക് ചെയ്തു തരും. അപ്പോൾ നിങ്ങളുടെ താഴെ കാണുന്ന വാട്സപ്പ് നമ്പറിലോട്ട് കോൺടാക്ട് ചെയ്താൽ മതി.